ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു UDF യോഗത്തിന് ശേഷം. ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി CVD സതീശൻ ഇപ്പോൾ എറണാകുളത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് എല്ലാ UDF നേതാക്കളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് തങ്ങൾ, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ നേതാക്കളൊക്കെ ഇന്ന് രാത്രി എത്തും. അപ്പോൾ ഇന്ന് ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നും ഇല്ല. അതൊക്കെ എല്ലാ കാര്യങ്ങളും നാളെ വീണ്ടും തുടർച്ചയായി ചർച്ച ചെയ്തതിന് ശേഷമേ ഉള്ളൂ. നിങ്ങൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് പിന്നെ ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്നുള്ളവർക്ക് ആ ഷെഡ്യൂൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഡിസ്കഷൻ കണ്ടിന്യൂ. അതാ പറഞ്ഞത്, ഇന്ന് പിന്നെ ഞങ്ങളൊന്ന് കൂടി പിരിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ചർച്ച നാളെ തുടരും. ആ കാര്യങ്ങളൊക്കെ നാളെ പത്രക്കാരിൽ ഷെയർ ചെയ്താൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാ പോയത്. അപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഫോർമലായിട്ടുള്ള ഒരു മീറ്റിംഗ് മാത്രമാണ് നടന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നാളെയാണ് തീരുമാനിക്കുക. സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി എത്തും. നാളെ അപ്പോൾ ഒരു മാരത്തൺ ചർച്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം അധികം സമയമില്ല. 21 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം 20 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ ചർച്ചകൾ നീണ്ടുപോകാതിരിക്കാനുള്ള ഒരു ധാരണയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി 11 ദിവസം കളഞ്ഞിട്ടുണ്ട്. അത് വലിയ അവമതിപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രി ചർച്ച എന്തായാലും നീണ്ടുപോകരുത് എന്നൊരു തീരുമാനം പൊതുധാരണ UDF ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒറ്റ ദിവസത്തെ ചർച്ചയിൽ അതിലെല്ലാം തീരുമാനമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അത് പുറമേക്ക് ഇന്ന് പറയുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി തന്നെ അത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ടതില്ല എന്ന ഒരു ധാരണ പൊതുവെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചൊന്നും യാതൊരു പ്രതികരണവും അവർ നടത്തുന്നില്ല. കാർത്തിക്, 5 മന്ത്രിസ്ഥാനം ലീഗിനെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.